ഞാൻ കാത്തിരിക്കും. സ്നേഹപൂർവം, അച്ഛൻ. പരമദ്രോഹി. അയാൾക്കിപ്പോഴും അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അയാളുടെ തീറ്റ, അയാളുടെ കുടി, അയാളുടെ മരുന്ന്. വീട്ടിൽ വന്ന് കിടന്ന് കുത്തിവെച്ചോളാന്ന്. 30,000 രൂപയുടെ മരുന്നേ എവിടുന്ന് എടുത്തിട്ട്? സ്വന്തം കുടുംബം എങ്ങനെയാ കഴിഞ്ഞു കൂടുന്നത്? അവരാഹാരം കഴിക്കുന്നുണ്ടോ? കുട്ടികൾ എങ്ങനെയാ പഠിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും ഒരു വരിയില്ല, ഒരു വരി. ഉള്ളതെല്ലാം വിറ്റ് തോലച്ച് കുടിച്ചു മുടിച്ചിട്ട് ഇനി മദ്യപിക്കത്തില്ലെന്ന്. മക്കളെ പോറ്റാൻ തന്നെ ഞാൻ അയാളെ കൂടി തീറ്റിപ്പോറ്റാൻ എനിക്ക് വയ്യ. വേണ്ടെന്ന് വെച്ചിട്ടല്ല, എനിക്കതിനുള്ള ത്രാണിയില്ല. പിതൃശാപമൊന്നുണ്ട്, അത് നീ പിടിച്ചു പറ്റണ്ട. അയാളെ ഒന്ന് പോയി കണ്ടേക്ക്. കാണുക, മടങ്ങിപ്പോരുക, അത്ര തന്നെ. നമുക്ക് ഒരുമിച്ച് പോകാം തിരുവനന്തപുരത്തിന്. എനിക്കൊന്ന് കാണാലോ. രാമു, ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചു. അന്നേക്കെന്നാ മടങ്ങണമെന്ന് പറഞ്ഞു. അച്ഛനും ഇതുവരെ അമ്മാവനെ കാണാൻ പോയില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ട് അച്ഛന്. വെറുതെ ഇരുന്ന് വിഷമിക്കാതെ തിരുവനന്തപുരം വരെ പോകാൻ പറ നിന്റെ അച്ഛനോട്. വേറെ ആരും അല്ലല്ലോ, സ്വന്തം പെങ്ങളുടെ ഭർത്താവല്ലേ. മറ്റുള്ളവരുടെ കാര്യം രാമു നോക്കണ്ട. ഞാനും അത് നോക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പിതൃശാപം എന്നൊന്നും ഉണ്ടല്ലോ. ഇതുപോലൊരു പിതാവിന്റെ പുത്രനായി ജനിക്കുക, അത് തന്നെയാ പിതൃശാപം. അത് തിരുത്താൻ പറ്റുമോ? ഒക്ടോബർ 1998. പ്രിയ രാമുവിന്, കഴിഞ്ഞ 2 വർഷമായി ഞാൻ നിനക്ക് കത്തൊന്നും അയക്കാതിരുന്നത് സ്നേഹക്കുറവ് കൊണ്ടല്ല. പലപ്പോഴും എഴുതാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളൊക്കെ അകന്നു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ആദ്യം കുറച്ച് നാളൊക്കെ വിഷമം തോന്നിയിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ നിന്നെക്കൊണ്ട് മറുപടി അയപ്പിക്കാതിരുന്നതും എന്നെ വന്ന് കാണണമെന്ന് നിന്നെ തോന്നിപ്പിക്കാതിരുന്നതും എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാവുന്നു. അച്ഛൻ എന്ന ഭാരത്തെ വഹിക്കാൻ നിനക്ക് കഴിവില്ലല്ലോ. വഹിക്കാൻ കഴിയാത്തതൊക്കെ നിർവഹിക്കണമെന്ന് തോന്നിയാൽ അതൊരു വല്ലാത്ത ഭാരമാണ് മോനെ. നിന്നെ അങ്ങനെ ഭാരപ്പെടുത്താത്ത ദൈവത്തോട് എന്നും നന്ദിയുള്ളവനായിരിക്കണം. കഴിഞ്ഞ ആഴ്ച അയ്യപ്പൻ എന്നെ കാണാൻ വന്നിരുന്നു. നിനക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയതും മിനിയുടെ കല്യാണം നടന്നതുമൊക്കെ അവൻ എന്നോട് വിവരിച്ച് പറഞ്ഞു. പാവം മിനി, എൻ്റെ നെഞ്ചത്ത് കിടന്ന് വളർന്ന കുട്ടി.
അവള് ഇത്രയൊക്കെ വളർന്നോ? അങ്ങനെ സങ്കല്പിക്കാനേ കഴിയുന്നില്ല. ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. അവളുടെ ഒരു കല്യാണ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ. മകൻ ഫോറിനിൽ പോയി നല്ല നിലയിലായതുകൊണ്ട് അയ്യപ്പനിപ്പോൾ വലിയ സന്തോഷത്തിലാണ്. വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ നേരം അവൻ എനിക്ക് 500 രൂപ തന്നു. എന്താ അയ്യപ്പ ഇത്? എൻ്റെ ഒരു സന്തോഷത്തിന്. എന്തിനാ ഇത്? ഇവിടെ ചികിത്സയ്ക്ക് കാശൊന്നും വേണ്ട. എനിക്ക് എന്തിനാ അയ്യപ്പ കാശ്? ഒന്നിനുമല്ല, വെറുതെ അയ്യപ്പൻ്റെ ഒരു തൃപ്തി. എൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മക്കൾ വളർന്ന് കാശ് സൗകര്യമൊക്കെ ആയപ്പോൾ ശരീരത്തിന് വയ്യ, പലതും കഴിച്ചുകൂടാ. ഞാനും ഷാപ്പിൽ പോകൊക്കെ നിർത്തി. കരൾ തീർപ്പ്. ഇവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ടല്ലോ. നീ പറഞ്ഞതുപോലെ തന്നെ ഒന്നിനോടും ഒരു മോഹമില്ലാണ്ടായി. ഒന്നിനോടും. പണം അതൊരു പ്രയോജനമില്ല